ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും കൈനകരി വരെയും തിരിച്ച് അവിടെ നിന്നും ആലപ്പുഴയ്ക്കും ഉള്ള ഒരു കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബോട്ട് യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ബോട്ട് കുട്ടനാട് കാഴ്ച കാണുന്നവർക്ക് വേണ്ടി കൂടി ഉള്ളതാണ്. കൈനകരി വരെ നമുക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് നൽകേണ്ടത്. ഇത് ശരിക്കും ഒരു യാത്രാ ബോട്ടാണെങ്കിലും ഇതിൽ കൂടുതലും കുട്ടനാടൻ കാഴ്ചകൾ കാണാനെത്തുന്ന ടൂറിസ്റ്റുകളാണ്. അപ്പം നമ്മുടെ ബോട്ട് കൃത്യം 1:30 തന്നെ ഇവിടെ നിന്നും ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും വിട്ടു. അപ്പോൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും KSRTC ജംഗ്ഷനും വഴിയാണ് ഈ ബോട്ട് ഇങ്ങനെ പുന്നമടക്കായൽ വഴി വട്ടക്കായൽ കറങ്ങി വേമ്പനാട് കായൽ അങ്ങനെ കൈനകരിയിലെത്തിയിട്ട് തിരിച്ചു വരുന്നത്. ഈ പോകുന്ന വഴിക്കൊക്കെ ടൂറിസ്റ്റുകളെ കാത്തു കിടക്കുന്ന ബോട്ടുകളും ചിക്കാര വള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും എല്ലാമാണ് ഈ ആലപ്പുഴ വാടക്കനാലിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓഫ് സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ബോട്ടുകളൊക്കെ ഇങ്ങനെ ഓട്ടം കിട്ടാതെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ബോട്ട് ഇങ്ങനെ ആലപ്പുഴയിൽ നിന്നും പുന്നമടക്കായൽ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്നും കൈനകരി ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ബോട്ട് പോകുന്നത്. ഇങ്ങനെ ഈ പോകുന്ന വഴിക്ക് ഉള്ള ഈ ചെറിയ ചെറിയ ജെട്ടികളുണ്ട്. അവിടെ എല്ലാം നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇത് KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ജെട്ടിയാണ്. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ ഇറങ്ങിയാണ് നമ്മൾ ബസ് പിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ ജെട്ടിയിൽ നിന്നും വിട്ട ബോട്ട് ഇവിടെ ഈ KSRTCയുടെ ബോട്ട് ജെട്ടിയിലെ നിർത്തി യാത്രക്കാരെ കയറ്റി അങ്ങനെ വരിവരിയായി കിടക്കുന്ന ആയിരക്കണക്കിന് ബോട്ടുകളെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ യാത്രാ ബോട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. കുട്ടനാടൻ കാഴ്ചകളെക്കുറിച്ച് നമ്മൾ വളരെയധികം പറയേണ്ടതില്ല. നമുക്കറിയാം, ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കുട്ടനാട്ടിലെ കായൽ സവാരി. അതിനായിട്ട് സാധാരണ ബോട്ടുകൾ, ശിക്കാര ബോട്ടുകൾ, നാടൻ വള്ളങ്ങൾ, സ്പീഡ് ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ എന്നിങ്ങനെ ഒരു വമ്പൻ നിര തന്നെ ഇങ്ങനെ സഞ്ചാരികളുടെ വരവും കാത്ത് ഇങ്ങനെ ആലപ്പുഴ ജെട്ടി മുതൽ പുന്നമടക്കായലിൻ്റെ ഇരു സൈഡുകൾ വരെ നിരനിരയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി ഇതൊരു ഡബിൾ ഡെക്കർ ബോട്ടാണ്. അതിൻ്റെ മുകളിലത്തെ നിലയിൽ ഒന്നാമത്തെ ഇരിപ്പിടത്തിൽ തന്നെ നമ്മൾ നിലയുറപ്പിച്ചു. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് കായൽ ഭംഗി ആസ്വദിക്കുകയും ഈ കുട്ടനാടൻ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നമ്മുടെ യാത്ര മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്ക് ആലപ്പുഴയിൽ നിന്നും വിടുന്ന ബോട്ട് ഏതാണ്ട് 1:35 വിടുന്ന ബോട്ട് ഏതാണ്ട് ഒരു 2:50 കൈനകരിയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് തിരിച്ചിത് 3:20 തിരികെ വരുന്നത്. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ബസ് മാർഗവും പോകാം. പക്ഷേ നമ്മൾ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ മറുകരയിലെയും കാഴ്ചകൾ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഈ ബോട്ടിൽ തന്നെ ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുത്ത് എല്ലാ ജെട്ടികളിലും നിർത്തി ആൾക്കാരെ കയറ്റുന്നതും അതുപോലെ ഈ കായലിലൂടെ ഹൗസ് ബോട്ടുകളും മറ്റ് നാടൻ വള്ളങ്ങളും ഇവിടുത്തുകാരുടെ ടാക്സി എന്നറിയപ്പെടുന്ന അവരുടേതായ സ്വന്തം വള്ളങ്ങളും ഇങ്ങനെ കുട്ടനാടൻ ജീവിതവും കുട്ടനാടിലെ
കായൽപ്പാടങ്ങളിലെ പച്ചപ്പ് നിറഞ്ഞ നെൽകൃഷിയിടങ്ങളും കുട്ടനാടൻ ജീവിതവും ദർശിച്ചുകൊണ്ട് നമുക്ക് മെല്ലെ തിരികെ ഈ ബോട്ടിൽ തന്നെ ആലപ്പുഴയിലേക്ക് വരാം. ജീവിതത്തിലെ അവിസ്മരണീയമായ ഈ കാഴ്ചകളാണ് ഈ കുട്ടനാടൻ കാഴ്ചകൾ. ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്നത് കാണുവാൻ തന്നെ നമുക്ക് നല്ല ചന്തമായി തോന്നാം. എന്നാൽ ഇതിൻ്റെ ഓണർമാർക്ക്, അതിലെ ജീവനക്കാർക്ക് ഇപ്പോൾ ഓഫ് സീസണായതിനാൽ ജീവിക്കുവാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. കുട്ടനാട് എന്നാൽ ഒരു പ്രത്യേക ജില്ലയിലായിട്ട് ഒതുങ്ങുന്നില്ല. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിലായിട്ടാണ് ഈ കുട്ടനാടൻ പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട്, അതുപോലെ മിഡിൽ കുട്ടനാട്, ഇങ്ങനെ 3ആയിട്ടാണ് ഭൂമിശാസ്ത്രപരമായി ഈ കുട്ടനാടിനെ തരംതിരിച്ചിരിക്കുന്നത്. പമ്പ, മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ 4 നദികളും ഒഴുകി എത്തുന്നത് ഈ കുട്ടനാട് പ്രദേശത്തേക്കാണ്. ശരിക്കും ഈ നദികളിൽ നിന്നും ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണും മറ്റും അടിഞ്ഞാണ് ഈ ഭൂപ്രദേശം ഉണ്ടായത് തന്നെ നമുക്ക് അനുമാനിക്കാം. മഴക്കാലമായാൽ ഇവിടെയുള്ളവർക്ക് നെഞ്ചിൽ തീയാണ്. കാരണം ഈ 4 നദികളിൽ കൂടി ഒഴുകിയെത്തുന്ന വെള്ളം മുഴുവൻ വന്ന് ഇവിടെ അടിഞ്ഞ് വളരെയധികം കെടുതികളാണ് ഈ ഭാഗത്ത് വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ ഈ സമയമാകുമ്പോൾ മഴയുടെ ശക്തി കൂടുന്തോറും കുട്ടനാടുകാരാണ് അവസാനമായിട്ട് അതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരുന്നത്. കുട്ടനാട്ടിലെ പ്രധാന വില്ലേജായ കൈനകരിയിലേക്കാണ് നമ്മുടെ ബോട്ട് യാത്ര പോകുന്നത്. ഈ കൈനകരി ആണ്, പിന്നീട് കൈനകരി, രാമങ്കരി, അങ്ങനെ പ്രസിദ്ധമായ കുറേ കരകൾ ചേരുന്നതാണ് ഈ ലോവർ കുട്ടനാട് പ്രദേശം. ലോവർ കുട്ടനാട് പൂർണ്ണമായും ആലപ്പുഴ ജില്ലയിലാണ്. അപ്പർ കുട്ടനാട് പ്രദേശങ്ങളാണ് കോട്ടയം ജില്ലയുടെയും അതുപോലെ പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തികളിൽ കൂടി വ്യാപിച്ചു കിടക്കുന്നത്. കുട്ടനാട്ടിലെ പ്രധാന വരുമാന മാർഗം നെൽകൃഷിയാണ്. ഏക്കർ കണക്കുകളോളം വ്യാപിച്ചു കിടക്കുന്ന കായൽ നെൽപ്പാടങ്ങൾ എല്ലാ വർഷവും ഒരു വലിയ തോതിൽ നെല്ലുൽപാദനം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടനാടിനെ കേരളത്തിൻ്റെ റൈസ് ബൗൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഈ നെൽകൃഷിയും അതുപോലെ മത്സ്യകൃഷികളും ഒരുപോലെ ചെയ്തു തുടങ്ങിയതും ഈ കുട്ടനാട് പ്രദേശത്തു നിന്നാണ്. പിന്നീട് കാലക്രമേണ ഇവിടുത്തെ സൗന്ദര്യം കണ്ടറിഞ്ഞ് ധാരാളം സഞ്ചാരികൾ വിദേശങ്ങളിൽ നിന്നും മറ്റ് അന്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തി തുടങ്ങിയതോടെ ഇവിടെ ടൂറിസം വ്യവസായത്തിനു കൂടി പ്രാമുഖ്യമുണ്ടാകുകയും ഇപ്പോൾ ടൂറിസം നെൽകൃഷിയെപ്പോലെ തന്നെ ഒരു പ്രധാന വരുമാനമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഈ കാണുന്ന ഹൗസ് ബോട്ടുകൾ താമസിച്ച് അതുപോലെ ഇവിടുത്തെ കായൽ സൗന്ദര്യവും പ്രകൃതിയും ആസ്വദിക്കുന്നതിനായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി വന്നെത്തുന്നത്. ശരിക്കും ഇവിടുത്തെ ഈ കായൽ യാത്ര ലോകപ്രസിദ്ധമാണ്. ഇപ്പോൾ 1 ബെഡ്റൂം മുതൽ ഏതാണ്ട് 30 ബെഡ്റൂം വരെയുള്ള
കൂറ്റൻ ഹൗസ് ബോട്ടുകൾ ഇന്നീ കായലിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാം. നമ്മുടെ ബോട്ട് യാത്ര ഇങ്ങനെ ഈ കനാലുകൾ പിന്നിട്ട് വേമ്പനാട് കായലിലേക്കും വട്ടക്കായലിലേക്കും പ്രവേശിക്കുമ്പോൾ ഹൗസ് ബോട്ടുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ ഈ ഹൗസ് ബോട്ടിൽ വന്നെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് ബോട്ടുകൾ വന്നിട്ട് ഒരു 10 മിനിറ്റിന് 300 രൂപ 400 രൂപ നിരക്കിലൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് സ്പീഡ് ബോട്ടിലൂടെ ഈ കായലിലൂടെ ചീറിപ്പാഞ്ഞ് പോകുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാം. ഇവിടെ താമസിക്കുന്നതിന് മിക്കവാറും വീട്ടുകാർക്കെല്ലാം വള്ളങ്ങളുണ്ട്. നമ്മൾ സാധാരണ മെയിൻലാൻഡിൽ താമസിക്കുന്നവർക്ക് കാറ്, ബൈക്ക് എന്നൊക്കെ പറയുന്ന പോലെ വള്ളമാണ് ഇവരുടെ സഞ്ചാരമാർഗം. പിന്നീട് നമ്മൾ ഈ പോകുന്ന ബോട്ട് പോലെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇവിടെ നിന്ന് കോട്ടയത്തേക്കും അതുപോലെ കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്കും പുളിങ്കുന്ന്, കൃഷ്ണപുരം, അതുപോലെ കൈനകരി, രാമങ്കരി, അങ്ങനെ പല പല പ്രദേശങ്ങളിലേക്കും ബോട്ട് യാത്രകൾ നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് നേരത്തെ കൊല്ലത്തേക്ക് ഒരു ബോട്ട് യാത്ര ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും ദൈർഘ്യമുള്ള ബോട്ട് യാത്ര. രാവിലെ കയറിയാൽ വൈകിട്ട് എത്തിച്ചേരും. അവിടെ നിന്നും കൊല്ലത്തു നിന്നും അതേസമയം തന്നെ ഒരു ബോട്ട് ഇങ്ങോട്ട് വിടും. അതിൽ ഒരിക്കൽ നമ്മൾ പോയെങ്കിലും എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അന്ന് ഓപ്പറേഷൻ ഇല്ലാത്തതിനാൽ പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ശരിക്കും ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ നേരത്തെ ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കയറിയാൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ കായൽ കാഴ്ചകൾ കണ്ട് ചങ്ങനാശ്ശേരി വരെ പോകാമെന്ന ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ കൈനകരി വരെയുള്ള ബോട്ട് മാത്രമേ ഉള്ളൂ. പിന്നീട് കോട്ടയത്തേക്കുള്ള ബോട്ട് 3:30 വരുവുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ 1:30 വിട്ട ഈ കൈനകരി ബോട്ടിൽ കയറി. പക്ഷേ കൈനകരി ബോട്ടിൽ നമ്മൾ കൈനകരി വരെ എത്തുമ്പോൾ തന്നെ കുട്ടനാടിൻ്റെ ഒരു ജോഗ്രഫിയും ഇവിടുത്തെ ജീവിത രീതിയും ഇവിടുത്തെ ജീവിതവും എല്ലാം നമുക്ക് ഈ കായലിൽ ഇരുന്ന് തന്നെ കണ്ടറിയാം. ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ചെറിയ വള്ളത്തിൽ ഇങ്ങനെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് യാത്ര പോകുന്നതും അതുപോലെ ഓരോ വീടിനും മുന്നിലും വള്ളം നിർത്തിയിട്ടിരിക്കുന്നതും നല്ല മനോഹരമായ ഗ്രാമാന്തരീക്ഷത്തിലുള്ള വീടുകളും എല്ലാം കണ്ടുകൊണ്ട് ഈ കുട്ടനാടൻ യാത്ര നമുക്ക് ഒരു ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തമാക്കി തീർക്കാം. അങ്ങനെ കുട്ടനാടൻ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ബോട്ട് യാത്ര മുന്നോട്ട് പോകുന്തോറും ധാരാളം പുതിയ പുതിയ ഹൗസ് ബോട്ടുകൾ ഈ കായലിലൂടെ ഇങ്ങനെ സഞ്ചാരികളുമായി ഓളങ്ങൾ കീറി മുറിച്ചുകൊണ്ട് അതുപോലെ തന്നെ സഞ്ചാരികൾ ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്നത് കാണാമായിരുന്നു. അപ്പോൾ ഇരു കരകളിലും നല്ല മനോഹരമായ വീടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ജട്ടികൾ കാണാം. ഇവിടെ ഇങ്ങനെ ജട്ടികളിൽ ആൾക്കാരിന്ന് കൈ കാണിക്കുമ്പോൾ ബോട്ട് അങ്ങോട്ടെടുക്കും, അവിടെ നിന്ന് ആളെ കയറ്റും, മറുകരയിലുണ്ടെങ്കിൽ അങ്ങോട്ടും പോകും. അങ്ങനെ വളരെ സാവധാനമാണ് നമ്മുടെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് പ്രകൃതി ഒരുക്കി വച്ചിട്ടുള്ള മനോഹര കാഴ്ചകളും അതുപോലെ കേരളത്തിൻ്റെ തനതായ സൗന്ദര്യവും എല്ലാം നമുക്കിവിടെ ദർശിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ജനവാസ കേന്ദ്രമാണ്. ശരിക്കും ഈ കനാലിനും അതുപോലെ തന്നെ അപ്പുറത്ത് മറ്റേ കൃഷിയിടങ്ങൾക്കും നടുവിലുള്ള ചെറിയ ബണ്ടുകളിലാണ് ഈ വീടുകളൊക്കെ വെച്ചിരിക്കുന്നത്. ബണ്ടുകളൊക്കെ ബലപ്പെടുത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവരെയൊക്കെ ഇവിടുന്ന് എല്ലാ സമയത്തും മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഈ കരകളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കടകളും മറ്റേ ടീ ഷോപ്പുകളും റിസോർട്ടുകളും എല്ലാം നമുക്ക് കാണാം. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ, അതുപോലെ കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ,
ഇതെല്ലാം ഈ ബോട്ടിലിരുന്ന് തന്നെ നമുക്ക് കാണാം. അപ്പം നമ്മളിപ്പോൾ ഇത് ഒരു യാത്രാ ബോട്ടായതിനാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊന്നും അടുപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ലാതെ നമ്മൾ അവിടെ നിന്നൊരു 10,000-5,000 രൂപ കൊടുത്ത് ഒരു 4 മണിക്കൂറിനൊക്കെ ഒരു പ്രൈവറ്റ് ബോട്ട് ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ കൊണ്ട് നിർത്തി ആഹാരമെല്ലാം കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പതുക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാം. ഇത് നമ്മൾ പൊതുവായിട്ടുള്ള ഒരു ബോട്ടായതിനാൽ നമ്മൾ അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും ഈ 2 നില ബോട്ടായതിനാൽ നമുക്ക് ആ മുകളിലത്തെ ഡെക്കിൽ കയറിയിരുന്നാൽ അതിവിശാലമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ, അത് പറയുമ്പോൾ തന്നെ ധാരാളം ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ ആ കായലിലൂടെ നീന്തി വരുന്നത് നമുക്ക് കാണാം. മനോഹരമായ കാഴ്ചകൾ, ഒന്നും പറയാനില്ല. നമ്മുടെ മനസ്സ് ഇവിടെ തങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഓരോ ബോട്ടുകളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും അതിങ്ങനെ നമുക്ക് മുന്നിലൂടെ ഒഴുകി നീന്തി പോയിക്കൊണ്ടിരിക്കുന്നതും. ഹൗസ് ബോട്ടുകളുടെയും ചെറുവള്ളങ്ങളുടെയും യാത്രാ ബോട്ടുകളുടെയും അതിവിശാലമായ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്തോറും ധാരാളം കെട്ടുവള്ളങ്ങൾ, അതിമനോഹരമായി അലങ്കരിച്ചിട്ടുള്ള കെട്ടുവള്ളങ്ങൾ, ഹൗസ് ബോട്ടുകൾ നമ്മളെ പിന്തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. ഉച്ച സമയമായിരുന്നതിനാൽ ഇങ്ങനെ കുറേ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കരയ്ക്ക് കൊണ്ട് അടുപ്പിച്ച് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അവിടെ നിർത്തിയിടും. അതുപോലെ വൈകുന്നേരം 6 മണി 5 മണി കഴിഞ്ഞാൽ ഏതെങ്കിലും സൈഡിൽ കൊണ്ട് അടുപ്പിക്കും. പിന്നീട് രാത്രി സമയങ്ങളിൽ സവാരിയില്ല. പിന്നെ അതിൽ താമസിച്ചിട്ട് രാവിലെ 11 മണിയൊക്കെ ആകുമ്പം ചെക്കൗട്ട് ചെയ്ത് പോകാം. ഉച്ചയ്ക്ക് ഒരു 12 മണിയോടൊക്കെയാണ് ഇതിൽ ചെക്ക് ഇൻ ചെയ്യുന്നത്. നമുക്കല്ലാതെ ചുമ്മാ കുട്ടനാട് കാണാൻ അവിടെ നിന്ന് യാത്രാ ബോട്ടുകൾ എപ്പോഴും കിട്ടും. ആലപ്പുഴ KSRTC സ്റ്റാൻഡിനടുത്തുള്ള ബോട്ടിയെട്ടിയിലെത്തിയാൽ വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് 50, 60, 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള യാത്രാ ബോട്ടുകൾ കിട്ടും. അതിൽ കയറി ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. അല്ലാതെ നമുക്ക് കൂടുതൽ അമ്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ട് 5,000 രൂപ 6,000 രൂപ കൊടുത്ത് ആ ചെറിയ ബോട്ടുകൾ കിട്ടും. പിന്നെ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അതിനനുസരിച്ച് പൈസ കൊടുത്താൽ അവർ ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച് നമ്മുടെ ഒരു ദിവസം അന്വർത്ഥമാക്കുന്ന രീതിയിൽ നമ്മളെ സന്തോഷവാന്മാരാക്കി ഈ കാണുന്ന ഏതെങ്കിലും ഹൗസ് ബോട്ടിൽ താമസിച്ച് യാത്ര ചെയ്ത് നമുക്ക് മടങ്ങിപ്പോകാം. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഒരു കൂറ്റൻ ഹൗസ് ബോട്ടാണ്. ഒരുപാട് മുറികളൊക്കെ ഉള്ള ഒരു കൂറ്റൻ ഹൗസ് ബോട്ടാണ് ഇപ്പോൾ നമ്മളെ കടന്നു പോയത്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ അടുപ്പിച്ചിട്ട് ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഇതിൽ തന്നെ, ഈ ബോട്ടിൽ തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കരിമീനും ഒക്കെ കൂട്ടിയുള്ള കേരള ഫുഡാണ് കൂടുതൽ ഹൗസ് ബോട്ടുകളിലും വിതരണം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ഹൗസ് ബോട്ട് യാത്ര നടത്തിയതാണ്. അന്ന് നമുക്ക് കിട്ടിയിരുന്ന നല്ല സ്വാദിഷ്ടമായ ഫുഡായിരുന്നു. കരിമീൻ ഉൾപ്പെടെ ഉള്ള ഇതിന് നമ്മൾ 20 പേരോളം പോയതിന് 20,000 രൂപ ഒരു ഡേ ട്രിപ്പിന് അന്ന് നമുക്ക് ചിലവായി. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് റേറ്റ് ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നും.
ധാരാളം ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ ഇരുകരകളിൽ സൈഡിലുമായിട്ട് അടുക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇത് കാണുന്ന അവിടുത്തെ നെൽകൃഷിയാണ്. തോട് ഉയർന്നും പാടങ്ങൾ 3 മീറ്ററോളം താഴ്ന്നുമാണ് നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണ് ഇങ്ങനെ എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ പാടങ്ങളിലേക്ക് വെള്ളം കയറ്റണം. വെള്ളത്തെ ഈ തോട്ടിലൂടെ കനാലിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കൃഷികൾ നിലകൊള്ളുന്നത്. ഇങ്ങനെ ഏക്കർ കണക്കിന് കായൽപ്പാടങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരിങ്ങനെ മനോഹരമാക്കിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഈ വയലിലൊക്കെ കതിര് വിളഞ്ഞ് കൊയ്യുന്ന തിരക്കിലായിരിക്കും. ബോട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഈ ഹരിത ഭംഗി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ ഹരിതാഭമായ കാഴ്ചകൾ കാണുന്നതിന് അതീവഹൃദ്യമായ ഒരനുഭവമായിരുന്നു. ആ കായൽപ്പാടങ്ങളിലെ കൃഷിയുടെ വശ്യത ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്രാ ബോട്ട് ഇങ്ങനെ കൈനകരിയെ ലക്ഷ്യമാക്കി. കൈനകരി എന്നാൽ കുട്ടനാടിൻ്റെ ഹൃദയമാണ്. കുട്ടനാടിൻ്റെ ഹൃദയത്തെ ലക്ഷ്യമാക്കി പോകുമ്പോൾ മറ്റൊരു യാത്രാ ബോട്ട് നമുക്കെതിരെ വന്ന് ചട്ടിലെടുക്കുന്നത് കാണാം. അതിന് പുറകിൽ കെട്ടുവള്ളങ്ങൾ ഇങ്ങനെ നിരനിരയായി വരുന്നു. അതിന് പുറകിലും ഒരു യാത്രാ ബോട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന യാത്രാ ബോട്ടുകളാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ ഒരു KSWRTCയുടെ ഒരു യാത്രാ ബോട്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നീട് അല്ലാതെ തന്നെ 1 ഡേ ബോട്ടുണ്ട്. സീ കുട്ടനാട് എന്ന് പറഞ്ഞൊരു ബോട്ടുണ്ട്. അതിന് 400 രൂപ ടിക്കറ്റിൽ AC ഉൾപ്പെടെ ഉണ്ട്. ഭക്ഷണവും AC-യും ഉൾപ്പെടെ 400 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. അത് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നെടുക്കാം. ആലപ്പുഴ ബോട്ട് കിട്ടിയിൽ വിളിച്ചാൽ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കനാലിലൂടെ നമ്മുടെ യാത്ര അടുത്ത കായലിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബോട്ട് വട്ടക്കായലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വട്ടക്കായലിൽ നിന്നാണ് R ബ്ലോക്കിലേക്കും കോട്ടയത്തേക്കും മറ്റും ബോട്ടുകൾ തിരിഞ്ഞു പോകുന്നത്. ദേശീയ ഉൾനാടൻ ജലപാത കടന്നു പോകുന്നതും ഇതുവഴിയാണ്. ഇപ്പം നമ്മുടെ ബോട്ട് കൈനകരിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കൈനകരിയിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒരു പാലവും ഇങ്ങനെ ഈ കായലിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോട്ട് പ്രൈവറ്റ് ബോട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ അടുപ്പിച്ചിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ചായ, ഐസ്ക്രീം, അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങിക്കാം. ഇത് യാത്രക്കാർക്ക് വേണ്ടിയുള്ള അമ്യൂണിറ്റി സംവിധാനമാണ് ഈ കൈനകരിയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അകത്ത് നമുക്ക് ഇറങ്ങി നിൽക്കാം. നമ്മുടെ വെള്ളം അടുപ്പിച്ചിട്ട് ഇറങ്ങി നിൽക്കാം, അല്ലെങ്കിൽ ബോട്ട് അടുപ്പിച്ചിട്ട് ഇറങ്ങി നിൽക്കാം. എന്നിട്ട് ആ കാണുന്ന കടകളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം, വാങ്ങിച്ചൊരു റിഫ്രഷ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം ഒരു കായലിലേക്കൊരു പാലം, ഒരു നെടുനീളം പാലം ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇത് കൈനകരിയിലെ ഒരു ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. അപ്പോൾ ഒരു ഹൗസ് ബോട്ട് ഇങ്ങനെ വന്ന് അവിടേക്ക് അടുക്കുന്നത് കാണാം. അപ്പോൾ ഇവിടുന്ന് ഇനി വീണ്ടും കുറച്ചും കൂടെ പോകണം നമ്മുടെ കൈനകരി ബോട്ട് ജെട്ടിയിലേക്ക്.
അങ്ങനെ വേമ്പനാട് കായലിൻ്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് കൈനകരി ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെൻറ്ററിനെയും പിന്തള്ളി നമ്മുടെ ബോട്ട് മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങുമ്പോൾ കൈനകരി എന്ന കുട്ടനാടിൻ്റെ പ്രധാന ഭാഗത്തിൻ്റെ ഉൾത്തളങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ബോട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത ജെട്ടി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ അവിടുന്ന് യാത്ര പുറപ്പെട്ട് ഒരു മണിക്കൂർ 20 മിനിറ്റോളമായി. ഇവിടെയെല്ലാം ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ നിരന്ന് കിടക്കുന്നത് കാണാമായിരുന്നു. കായലിന് ഇരുവശവും കേരളത്തിൻ്റെ തനത് പ്രതീകമായ കേരവൃക്ഷങ്ങൾ ഇങ്ങനെ തലയുയർത്തി നിൽപ്പുണ്ടായിരുന്നു. ഇത് കൈനകരിയിലെ കാഴ്ചകളാണ്. ബോട്ടിൽ നിന്നും കാണുമ്പോൾ KSRTC ബസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി ബസ്സിൽ കയറി തിരികെ പോകാം. അങ്ങനെ നമ്മുടെ ബോട്ട് കൈനകരി ജെട്ടിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകും. കൈനകരിയിലെ കാഴ്ചകളാണ് നമ്മൾ ഈ കനാലിൻ്റെ ഇരുവശത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ടിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗവും ഈ കാഴ്ചകൾ കാണാൻ വന്നവരായിരുന്നു. നാട്ടുകാർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൈനകരിയിലെ ഒരു ഓവർ ബ്രിഡ്ജാണ് കായലിന് കുറുകെയുള്ള. അപ്പുറത്ത് കാണുന്നത് കൈനകരി പള്ളിയാണ്, കൈനകരിയിലെ ക്രിസ്ത്യൻ ചർച്ച്. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ ഘോഷയാത്രയെ പോലെ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ വന്ന വഴിക്ക് തന്നെയായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമട. അത് നമ്മൾ പറയാൻ വിട്ടുപോയി. അപ്പം നമ്മൾ തിരികെ പോകുമ്പോൾ ആ പവലിയൻ കൂടെ നമുക്ക് കാണാം. കൈനകരി മേൽപ്പാലമാണ്. ഇപ്പോൾ കുട്ടനാട് പ്രദേശങ്ങളിൽ പലയിടത്തും റോഡുകൾ വന്നു, പാലങ്ങൾ വന്നു. ഇങ്ങനെ അത് ഒരു ഉൾനാടൻ ജലഗതാഗത ഗ്രാമം എന്നത് മാറി ഒരു ടൗണായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ ഇങ്ങനെ വള്ളങ്ങളിൽ പോകുന്നത് കാണാം. കൈനകരിയിലെ ഒരു ഗ്രാമവീഥിയുടെ ദൃശ്യമാണ് ആ പാലത്തിനടിയിൽ കാണുന്നത്. വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. ഇവിടെ നല്ല നല്ല വീടുകളും റിസോർട്ടുകളും. ഇതൊരു മെഡിക്കൽ സെൻ്ററാണ്. മെഡിക്കൽ സെൻ്റർ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു കെട്ടുവള്ളം ഇങ്ങനെ കിടക്കുന്നത് കാണാം. കൈനകരി തന്നെ കുട്ടനാടെന്ന് പറയുന്നത് പോലെ ഒരു വിശാലമായ പ്രദേശം എന്ന് പറയുന്നത് പോലെ കൈനകരിയും ഒരു വിശാലമായ ഏറിയയാണ്. കൈനകരി, രാമങ്കരി, ചാത്തങ്കരി ഇതെല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ്. കായലിനോട് ചേർന്ന് തന്നെ നല്ല മനോഹരമായ റിസോർട്ടുകളും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉച്ച സമയമായിരുന്നു. കെട്ടുവള്ളങ്ങളുടെ ചാകരയാണ്. ശരിക്കും സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ ഇരട്ടി കെട്ടുവള്ളങ്ങൾ കായലിനുള്ളിലൂടെ സർവീസ് നടത്തുന്നത് കാണാം. ഹൗസ് ബോട്ടുകൾ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് കെട്ടുവള്ളങ്ങൾ. നമ്മൾ ഈ കഴിഞ്ഞ 5-6 മാസം മുമ്പ് ദുബായിക്ക് പോയപ്പോൾ അവിടുത്തെ മെട്രോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനെല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ കെട്ടുവള്ളങ്ങളുടെ മാതൃകയിലാണ്. ഒരു ലോകത്തെ ഏറ്റവും മനോഹരമായ രാജ്യത്തെ മെട്രോ സ്റ്റേഷനുകൾ, ദുബായ് സിറ്റിയിലെ മെട്രോ സ്റ്റേഷനുകളെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിൻ്റെ മാതൃക നമ്മുടെ കെട്ടുവള്ളത്തിൻ്റെ രീതിയിലാണെന്നത് നമുക്ക് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ യാത്രാ ബോട്ട് കൈനകരി ജെട്ടിയിൽ വന്ന് ഇവിടെ നങ്കൂരമിട്ടു.
നമ്മൾ ബോട്ടിൽ നിന്നും നമ്മൾ വന്ന യാത്രക്കാരെല്ലാം ഇറങ്ങി പിന്നീട് കൈനകരിയിൽ കണ്ട പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളുടെ സ്വല്പം ചിത്രങ്ങൾ പകർത്തി ഒരു സന്തോഷത്തിൽ അങ്ങനെ കൈനകരിയിലെ ഒരു നെൽപ്പാടത്തിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ ആ ബോട്ടിൽ തന്നെ തിരികെ വീണ്ടും ആലപ്പുഴയിലേക്ക് ഒരു 3:20 യാത്ര ആരംഭിച്ചു. മടക്ക യാത്രയിൽ കണ്ട കുറച്ച് ഹൗസ് ബോട്ടുകളുടെയും മനോഹര ദൃശ്യങ്ങൾ കൂടി നമ്മൾ പകർത്തി അങ്ങനെ പുന്നമട കായൽ വഴി പുന്നമട പവലിയൻ ചുറ്റി നമ്മുടെ ബോട്ട് തിരികെ ആലപ്പുഴയിലേക്ക് യാത്രയായി. സുഹൃത്തുക്കളെ,
നമ്മുടെ ബോട്ട് തിരികെ ആലപ്പുഴ ജെട്ടിയിലേക്ക് അടുക്കാറായി. ഇത് നമ്മുടെ റമദ ഹോട്ടലാണ് കാണുന്നത്. പുന്നമടയിലെ ഹോട്ടലുകളുടെ ചിത്രങ്ങളും മറ്റും കണ്ടു തുടങ്ങി. ഈ നമ്മുടെ പുന്നമട പവലിയൻ, നെഹ്റു ട്രോഫി പവലിയൻ്റെ സൈഡിൽ ഇങ്ങനെ റിസോർട്ടുകൾ ഇപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പം നമ്മളിപ്പം പുന്നമട ഭാഗത്തുകൂടാണ് നമ്മുടെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റമദ ഹോട്ടലിൻ്റെ മുന്നിലൂടെ വന്ന് ഇവിടാണ് നമ്മൾ ഇത് നടക്കുന്നത്. ഇതാണ് പുന്നമട പവലിയൻ. അവിടെ ഇത് പുന്നമട പവലിയൻ്റെ ഭാഗമാണ്. ഇവിടെ ഈ സമയത്ത് ബോട്ടുകളൊക്കെ മാറി ഇവിടെയാണ് ഇതിൻ്റെ ട്രാക്കൊക്കെ സജ്ജീകരിച്ച് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെയാണ് അതിൻ്റെ പ്രധാന സ്റ്റേജൊക്കെ സംഘടിപ്പിക്കുന്നത്. അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം. ഈ പുന്നമട നെഹ്റു ട്രോഫി പവലിയൻ്റെ അരികത്തൂടെ നമ്മുടെ ബോട്ടിങ്ങിനെ ആലപ്പുഴ ടൗണിലേക്ക് കടക്കുമ്പോൾ ശിക്കാര വള്ളങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ദിവസം ഒരു മണിക്കൂറിന് 1,500 രൂപ നിരക്കിലൊക്കെ ഓടുന്ന ബോട്ടുകളാണ്. ഇങ്ങനെ ഈ പുന്നമടയിലേക്കുള്ള വഴിയുടെ സൈഡിലെ വിവിധ വർണ്ണങ്ങൾ ചാലിച്ച് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കാണുന്നതും ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര അല്പസമയത്തിനകം ആലപ്പുഴ ജെട്ടിയിൽ അവസാനിക്കുന്നതാണ്. വളരെ ദീർഘമായുള്ള ഈ കുട്ടനാടൻ കാഴ്ചകൾ കണ്ട ഏവർക്കും ട്രാവൽ വിഷൻ മീഡിയയുടെ നന്ദി, നമസ്കാരം.